ഒരു യോജിച്ച കാര്യമായിരുന്നില്ല, ആർക്കും ഒരു ഇഷ്ടമല്ലാത്ത കാര്യം തന്നെ ആയിരുന്നു. അതായത് അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്ത് സംഭവത്തിനാണെങ്കിലും എന്നെ വിളിക്കാം, എന്നോട് ഇപ്പൊ ഇന്നത്തെ ഫാൽക്കൺ ഇഷ്യൂവിനാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ടാണ് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇതാക്കുന്നത്. എന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഐഡിയ ആണെങ്കിൽ എനിക്ക് ഇതിനുള്ള കാപ്പബിലിറ്റി ഇല്ലെങ്കിൽ, എന്നെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒരു തവണ വിളിക്കണ്ടടാ. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ എന്നെ ഒരു തവണ വിളിച്ച് ഷമീറ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഷമീറ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നീ VC കയറ്, കാര്യങ്ങൾ നോക്കുന്ന എന്നോട് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ലൈവില് വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ഷമീർ അത് ചെയ്യുന്നില്ല, ഷമീർ ഇത് ചെയ്യുന്നില്ല, ഇങ്ങനെ മാത്രം പറയാനേ എല്ലാവർക്കും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം, ആർക്കും ഏറ്റു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, എന്നെ നോക്കിയിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതായത് ഈ തൊപ്പി ആയിരിക്കാം ഇവരെല്ലാം ഇതായിട്ട് കണ്ടത്. അപ്പൊ ഞാൻ ലീഡറായി വന്നത് ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഈ സംഭവം. മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് എനിക്ക് തന്നെ ഫീൽ ചെയ്ത കാര്യങ്ങളാ. മനസ്സിലായോ? അപ്പൊ അറ്റ്ലീസ്റ്റ് നൗ യു റിയലൈസ്ഡ് ബ്രോ. അതെ അല്ല, എനിക്ക് ഇത് അറിയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ലീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കാണാം, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാന് എന്താ പറയാ, ഞാൻ ഇങ്ങനെ ആരും കുറ്റം പറയാനോ ഇതാക്കാനോ ഞാൻ വന്നല്ല കഴിച്ചു. ഞാൻ ഭയങ്കര ഇതില് ഫെഡപ്പാണ്. കാരണം എന്താന്ന് വെച്ചാ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതാക്കിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ എന്നെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കത് വല്ലാണ്ട് കൊള്ളും കഴിച്ചു, എനിക്കത് വല്ലാണ്ട് കൊള്ളും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും എയ്റ്റ് കൊടുക്കുന്നല്ല ഗൈസ്, അത് ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ആരും എടുത്തു പറയുന്നല്ല. ഈ പറഞ്ഞ പോലെ എയ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം എയ്റ്റ് കിട്ടിയത് എനിക്കാ അല്ലേ? ആണ്. ആദ്യം ഇത് തന്നത്, ആദ്യം കൊടുത്തത് ഞാനല്ല, ആദ്യം എനിക്ക് ഇങ്ങോട്ടാണ് കിട്ടിയത്. എന്നിട്ടും ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നമ്മളെ പുറത്തുള്ള ഒരാള് ഈഗിള് വന്ന് ഇത് സംസാരിച്ചു, എന്ത് നിങ്ങൾ ലീഡറും തമ്മിലുള്ള പ്രോബ്ലം ആദ്യം തീർക്കുന്നു. അപ്പൊ പോലും ഞാൻ ചെയ്യുന്ന എന്താ അപ്പൊ പോലും ഞാൻ നമ്മൾ ഒന്നാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നമ്മളെ കൂടെ നിൽക്കുക, MRCന്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? MRCന്റെ കൂടെ തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈഗിളാണെങ്കിലും ഏതൊരുത്തം വന്ന് നമ്മളെ ഇതാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ കൂടെ ഞാൻ നിന്നിട്ടുള്ളൂ. അതായത് നമ്മളെ അകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുറത്തത് കാണിക്കണ്ട എന്നുള്ള രീതിയിലേ ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇത് ഇന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇത് ലീവ് ചെയ്ത് ഞാൻ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ലീവ് ചെയ്ത് ഞാൻ പോവാ. ബ്രോ നോ ഹേറ്റ് ബട്ട് ഷെയ്ക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ 10 rupees. അത് ഞാൻ അങ്ങനെ ആരും ഇതാക്കി പറയുന്നൊന്നല്ലടാ. എല്ലാവരും അങ്ങനെ ഇതാക്കി പറയും. എല്ലാവർക്കും അവരവരെ ഭാവി ഉണ്ട്. മനസ്സിലാവും? എല്ലാവർക്കും അവരവരെ ഭാവി ഉണ്ട്, എല്ലാവർക്കും അവരവരെ കരിയർ ആണ് വലുത് എല്ലാവർക്കും. പക്ഷെ എന്ന് കരുതി ഈ കരിയർ ഇതാക്കി തന്ന ഈ GTL RP വ്യൂവർഷിപ്പ് കയറ്റി തന്ന ഒരാളെ ഈ പറഞ്ഞ ഇതിൽ എനിക്ക് നല്ല രീതിക്ക് അത് കൊണ്ട കാര്യമാണ് ഈ പറഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ലൈവിൽ ഞാൻ അത് റിയാക്ട് ചെയ്തപ്പോൾ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരാള് പറയുമ്പോ ഞാൻ അവരെ ഇതാക്കിയാണ്. മനസ്സിലാവും? ഈഗിളിനെതിരെ ഞാൻ പറയാണ് ചെയ്തത്. കാസ്ട്രോ ലൈവ് എന്താ? കാസ്ട്രോ ലൈവ് ഏതാ? 8. Bro no hate but shake nalong avoid ചെയ്യാൻ നോക്കൻ. ഇതാണോ ഷമീർ കാ പോവലി? ഇല്ല പോവില്ല. വെയിറ്റ് VC കയറാം. ഇതിൽ എന്താ? എവിടെ ബ്രോ യു ഡോണ്ട് ലവ് MRC ബ്രോ? അതേടാ, അങ്ങനെ തോന്നും. അങ്ങനെയാണത്. മനസ്സിലായോ? അതങ്ങനെ തോന്നും. പ്ലേ സോങ് ഫാൻഡി VIDE കോൺഗ്രസ്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ അപ്പൊ ഞാൻ ലീഡർഷിപ്പ് ഞാൻ ഒയ്യെന്ന് ഞാൻ ഇനിയിപ്പോ ഈ വേണമെങ്കിൽ ഇനിയിപ്പോ എന്താ പറയാ, ഈ പറഞ്ഞ ഈ MRC ഓഡിയൻസിനോട് ഒരു കാര്യം മുട്ട ആയോധനകലയ്ക്കുള്ള യൂണിഫോം 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 ആയോധനകലയ്ക്കുള്ള യൂണിഫോം. വെയിറ്റ്, ഇത് എവിടെയാ? ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാനല്ലേ ലൈവിൽ വന്നിട്ട് അതിന് അവരെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സ്വയം പഠിക്കുക. നീ എന്ത് ചെയ്യാൻ അറിയില്ല, ഡൗൺ ആയി കഴിഞ്ഞാൽ വരുന്നൊരു സ്പാം ആണ് മെറ്റ. എവിടെയാണ് മെറ്റ? ഈ മെറ്റ എന്താണെന്ന് വെച്ചിട്ടാണ് ഈ മെറ്റ എന്ന് പറയുന്നത്? ഇവരുടെ സ്ട്രീമറുടെ ഏതെങ്കിലും ഒരു സ്ട്രീമറുടെ വായിൽ നിന്നും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് മെറ്റ അടിച്ച് വന്നയാളാന്ന് പറഞ്ഞാണ്. പക്ഷെ അവർക്ക് ഒരു വേർഡ് മതി. പിന്നീട് ഈ പറയുന്ന മെച്യൂരിറ്റി ഇല്ലാത്ത ഓഡിയൻസ്, ഇവർ 40 വട്ടം മെച്യൂരിറ്റി എന്ന് പറയും. പക്ഷെ ഇതേ മെച്യൂരിറ്റി ഇല്ലാത്ത ഈ ഓഡിയൻസ് ആണ്
വന്നിരുന്നു മെറ്റ 47 അല്ലെങ്കിൽ KVA മെറ്റ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോ മെച്യൂരിറ്റി ഉള്ളവനാണ് ഷെയ്ക്ക് എങ്കിൽ, മെച്യൂരിറ്റി ഉള്ളവനാണ് മാക് എങ്കിൽ, മെച്യൂരിറ്റി ഉള്ളവരാണ് അവരുടെ ഗ്യാങ്ങിലെ ഓരോ മെമ്പേഴ്സ് എങ്കിൽ, അപ്പോ അവരെ പറഞ്ഞ് തിരുത്തേണ്ട ചുമതല ആ ഗ്യാങ്ങിലുള്ള ഓരോരുത്തരും നിക്ഷിപ്തമാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം മെച്യൂരിറ്റിയെ പറ്റി മിണ്ടായെങ്കിലും ഒരു ധാർമ്മിക അവകാശമില്ല. പിന്നെ ഇനിയെങ്കിലും എനിക്ക് ഞാനൊരു ഇപ്പൊ എല്ലാ ഗ്യാങ്ങിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു MRCന്റെ ഒരു ഫാൻ ബോയ് ഒന്നും അല്ല. അതിലും കൂടുതൽ ഞാൻ KVAയും TVAയും ആണ് സ്നേഹിക്കുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ കള്ളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ MRCയോട് എനിക്ക് ഹേറ്റ് ഇല്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് പോലും MRCന്റെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ആസ് എൻ ഓഡിയൻസ് എനിക്ക് പോലും MRCയിലെ മെമ്പേഴ്സിനോട് സഹതാപം തോന്നാറുണ്ട്. കാരണം അവരുടെ മെമ്പേഴ്സിന് പോലും കൊടുക്കാത്ത വില ഈ TVAയോടും KVAയോടും, അതായത് ഈ ചില പണ്ടൊക്കെ ആൾക്കാർ പറയല്ലോ താങ്ങി നിൽക്കുക, അതുപോലെ തന്നെയാണ്. അത് താങ്ങി നിൽക്കുന്നത് അവരുടെ ഗ്യാങ്ങിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എന്ത് ഹാപ്പി അറിയില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ പറയാലോ, എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ RPനെ കുറിച്ചോ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. സംഭവം ശരി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കാര്യങ്ങളോ ഇതിന്റെ സംഭവങ്ങളും നമുക്ക് അറിയില്ലായിരുന്നു. ദാറ്റ്സ് ട്രൂ ഗൈസ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒറ്റ കാര്യം അറിയാം. ഈ പറയുന്ന പോലെ നമ്മളെ ടീമിൽ നമ്മൾ 35 ആൾക്കാരായിട്ട് നമ്മൾ കൂട്ടമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരുത്തം വന്ന് എന്താടാന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല ബ്രോ, ഇത് വിട്ടേക്ക്, നിങ്ങൾ വലിയവരല്ലേ എന്ന് പറഞ്ഞ് നിൽക്കാൻ എനിക്കറിയത്തില്ല. അതിപ്പോ ഏത് പുണ്ണയാണെങ്കിലും ശരി, നമുക്ക് ഒരുത്തന്റെ മുമ്പിലും പുണ്യം കൊടുത്തിട്ട് നമുക്ക് ഒരു പുണ്യം ഇവിടെ നേടിയും വേണ്ട, ഒരു പൂറിയും വേണ്ടി ഇത് ആവശ്യമില്ല. മനസ്സിലായോ? ഞാനിവിടെ വെറുതെ ഇതാക്കിയിട്ട് വന്നല്ലേ. ഞാൻ ഒരു പുണ്യം ഇല്ലാണ്ട് GT എന്ന് പറഞ്ഞ ഇതിൽ ഒരു അടിത്തറയില്ലാണ്ട് വന്നവൻ തന്നെയാണ് ഞാൻ ഈ GT എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ. മനസ്സിലായോ? അപ്പൊ എന്നിട്ട് ഞാൻ എന്റെ വ്യൂവർഷിപ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇതാ. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുത്തന്റെയും ഇതിന്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനിത് ഒയ്യാണ് ഗൈസ്. ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഒയ്യാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബാക്കി എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ആരാണ് ലീഡർ, അതായത് ആരായിരുന്നു മുമ്പത്തെ ലീഡർ, അവർ തന്നെ ലീഡർ തുടരട്ടെ. അതായത് ഇനിയിപ്പോ തൊപ്പി തന്നെ ലീഡർ സ്ഥാനം തുടരട്ടെ. അപ്പൊ ഓനുണ്ടോ ഇല്ലയോ എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒറ്റ കാര്യം അറിയും, ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും വന്ന് ഒരുത്തൻ നമ്മളെ 35 ആൾക്കാരെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞു നിൽക്കാനോ അവൻ്റെ അടുത്ത് പോയിട്ട് താങ്ങി കൊടുക്കാനോ എനിക്ക് അറിയത്തില്ല. ഞാൻ പച്ചക്ക് അത് ഈഗിളാണെങ്കിലും ശരി, കാസ്ട്രോ ആണെങ്കിലും ശരി, ഏത് വലിയവനാണെങ്കിലും ശരി, ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവും? അതെന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഇത് വരുന്നത്. എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഷമീർ നീ ഇറുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. ഇൻഡയറക്റ്റ് ഹേറ്റ് ആണ് കൊടുക്കുന്നത്. GTAയിൽ MRZ ആണ് വ്യൂവേഴ്സ്, അല്ലാതെ നിനക്കല്ല. നോർമൽ ലൈവ് ആണ് നിന്റെ വ്യൂവേഴ്സ്. ഓക്കെ, അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ പോലെ സാധാ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ നോർമൽ ലൈവും കാര്യങ്ങളായിട്ട് ഞാൻ പോയിക്കോളാം. ഈ പറഞ്ഞ ലീഡർ പൊസിഷൻ ഞാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ തലവേദന എടുക്കാൻ പറ്റില്ല. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കോ ലീഡർ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ മെമ്പർ ആയിട്ട് നിൽക്കാം. എന്നെ അതും താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഇറങ്ങാം. മനസ്സിലായോ? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്റെ RPയും ഈ പറഞ്ഞ പോലെ മറിച്ച് ഗ്യാങ് വരുന്നതിന് മുമ്പേ എനിക്കൊരു വ്യൂവർഷിപ്പും എനിക്കൊരു ഇതും ഉണ്ടായിരുന്നു. ഞാൻ ഇതാക്കി പറയുന്നതല്ല, എനിക്കൊന്ന് ഉണ്ടായിരുന്നു. അത് ഈ ലീഡർ ആയതിനു ശേഷം പല ഇതും സംഭവിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കൊള്ളാത്ത ഒരു ലീഡർ ആണ്, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ആർക്കും കാണാൻ പറ്റൂലടാ. മനസ്സിലായോ? എന്നെ ആർക്കും അങ്ങനെ കാണാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ്. മനസ്സിലായോ? അത് ഞാൻ അതിന് പറ്റിയ ഒരാളല്ല. അപ്പൊ ഇത് പറ്റുന്ന ആൾക്കാർ ആരാണോ അവർ ഇതാക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ മെമ്പർ ആയിട്ടോ കോ ലീഡർ ആയിട്ടോ ഇപ്പൊ ഇതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ, അങ്ങനെ സിറ്റിസൺ ആയിട്ട് വേണമെങ്കിൽ ഞാൻ RP കളിക്കും. മനസ്സിലായോ? നമുക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഒയ്യെന്ന്. ഞാനിപ്പോ ഒരു ദിവസം ഞാൻ എന്റെ നോർമൽ ലൈവ് ആയിട്ട് ഇനി മുമ്പോട്ട് പോയി. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ബ്രേക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നോർമൽ ലൈവും എന്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ എന്റെ രീതിയിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഹേറ്ററും ഈ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്നവനെ ഇതാക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ടും എനിക്കത് അറിയില്ല. എനിക്കത് പറ്റൂല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് പറ്റൂല. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ അങ്ങാണ്ട്. ഞാൻ ഇന്ന് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൽ ഒയ്യാണ്. അപ്പൊ ഇനി ഒരു സാധനം അവിടെ ബാക്കി വെച്ച് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാല് ഇത് മൊത്തം പറഞ്ഞ് സോർട്ട് ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. മനസ്സിലാവും? ഫാൽക്കണ്ട കേസ് ഞാൻ പറഞ്ഞുതരാം. ഫാൽക്കണ്ട DCയിൽ വിളിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതാണ് എന്റെ ഡിസിഷൻ. MRG ലീഡർ പൊസിഷൻ ഞാൻ ഒയ്യാണ്. അത് തൊപ്പിക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആരാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നോക്കി നടത്തിക്കോ. എനിക്ക് എന്റെ ഒരു കാര്യം പറയാം, എനിക്ക് ഫൺ RPയും എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ലാണ്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് എനിക്ക് എന്റെ രീതിയിൽ എനിക്ക് കളിക്കണം. മനസ്സിലായോ? എനിക്ക് ഈ പറഞ്ഞ പോലെ ലീഡർ സിറ്റുവേഷൻ വന്നു, അത് വന്നു, ഇത് വന്നു പറഞ്ഞു നിങ്ങൾ തന്നെ പറയും ഞാൻ IAD ലീഡറാണ്, ഇതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതാക്കുന്നു. ഈ പറഞ്ഞ പോലെ MRC വ്യൂവേഴ്സിനോട് എനിക്ക് പറയാണ്ട്, നിങ്ങൾ
RP കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്നിക്ക് അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂത്ത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങണം. അതാ ഞാൻ പറഞ്ഞടാ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഇതാകുന്നുണ്ട്. എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ നടന്നോട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഫുൾ ടൈം അല്ല, ഞാൻ DC മങ്കി എൻ്റെ പരിപാടികളെല്ലാം ചെയ്ത് ഞാൻ പോവും. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, 1-2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും, GTA കളിക്കും. എൻ്റെ പഴയ പോലെ ആയിട്ടുള്ള എൻ്റെ RPയും കാര്യങ്ങളും കോമഡിയും ഫണ്ണും ആയിട്ടുള്ള RPകളായിട്ട് ഞാൻ മുമ്പോട്ട് പോയെന്ന് ഈ പറഞ്ഞ പരിപാടി ഞാൻ ഇവിടെ വിടുകയെന്ന് ഈ പറഞ്ഞ പോലെ ലീഡർ ഇനിയിപ്പോൾ co-leader-ആയിട്ട് എനിക്ക് ഇതിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റൂല. അത് സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ co-leader-ഒന്ന് വയ്യാം. മനസ്സിലാവും? ഞാൻ co-leader-ഒന്ന് വയ്യണോളാം. നോ പ്രോബ്ലം. മെമ്പറായിട്ട് നിൽക്കണം, മെമ്പറായിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ മെമ്പർഷിപ്പ് ഒന്ന് വയ്യണോ അത് ചെയ്യാം. സിറ്റിസൺ ആണ്. ഓക്കെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഇത് കുറേ ആയി ഞാൻ പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഫാൽക്കൺ ഡേയ്സിനെ കുറിച്ച് സംസാരിക്കാം. വെയിറ്റ്. ലെറ്റ്സ് ഗോ chat. RP അപരാധം. അലീന ലൈവ് കാണുന്നുണ്ടോ? മെയിൽ ചിരിച്ച് ചത്ത്. ടെക്സാസ് ഫാൽക്കൺ കുണ്ണ TVൻ്റെ അണ്ടിയാക്കിയാണ്. അതൊന്നും ഈ ഗ്രൂപ്പിൽ പറഞ്ഞതല്ലേ. VC ഇതാണ് ഫാൽക്കണിൻ്റെ. ഫാൽക്കണിനെ ഞാൻ വിളിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഇവിടെ ഫാൽക്കൺ ഇവിടെ ലൈവാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ. ഇവിടെ ഫാൽക്കൺ അവിടെ. ഓക്കെ, ഞാൻ ഒന്ന് ഫാൽക്കണിനൊന്ന് എൻ്റെ VCയിലേക്ക് വിളിച്ചിട്ടെ. ഓക്കെ നോ ബ്രേക്കോ? എന്ത് നോ ബ്രേക്ക്? ഇല്ല എനിക്ക് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഇതാണ് കഴിച്ചു. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇവിടെ ചിരിച്ചും കളിച്ചും നിങ്ങൾ ഈഗോ ഒന്നും ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. എൻ്റെ തലയിൽ ഓടുന്നത് എന്താണെന്നും എൻ്റെ പ്രശ്നങ്ങളെല്ലാം എന്താണെന്നെല്ലാം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലാവും? ഞാൻ അത്രയും ഡിപ്രസ്ഡായിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. നിങ്ങൾക്ക് ഞാനിങ്ങനെ വന്നിരിക്കുന്നൊന്നും നോക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അത് റാംബോ ലീഡർ ആരെയെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കും. എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. റാംബോ ഷെയ്ക്കോ ആരെന്ന് വെച്ചാൽ നിങ്ങൾ ലീഡർ ആക്കോ, മാക്കോ, നിങ്ങളെ ഇഷ്ടം. ഫാൽക്കണ VC വേണം. എൻ്റെ VCയിലോ വെയിറ്റിങ്ങിലോ? VC ലിങ്ക് നീ ഒരു കാര്യം ചെയ്യും. ഞാൻ നീ ഒരു കാര്യം ചെയ്യും. നീ MRCൻ്റെ VCയിലേക്ക് വാ. ഞാൻ അവിടുന്ന് കൊണ്ടുപോവാം. ഓൺ-എയർ AC-യിൽ വാ. ഹലോ ഫാൽക്കോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ.